ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിരിക്കുന്ന ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ അയങ്കോളം ഫാം ഉണ്ടാക്കലാണ്. റിസോഴ്സൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അയങ്കോളം ഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസോഴ്സ്. അയങ്കോളം ഫാമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 5x5 ഒരു കുഴിയാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. അതെടുത്തേണ്ട ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് വെച്ച് തുടങ്ങാം. അത് കഴിയുമ്പോൾ വീഡിയോ കാണുന്ന പോലെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലോക്കൊക്കെ പൊട്ടിച്ച് മാറ്റണം. ഇതുപോലെ തന്നെ 5 ബ്ലോക്ക് ഗ്യാപ്പിട്ട് 4 ബ്ലോക്ക് നമ്മൾ ചെയ്യണം. അതായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അവസാനം ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ 2 ബെഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചെയ്യണം. ആദ്യം നമ്മൾ തൂണിൻ്റെ ഏതെങ്കിലും ഒരു മൂലയോട്ട് ചെല്ലണം. എന്നിട്ട് അതിൻ്റെ മൂലയിൽ നിന്ന് ഒരു ബെഡ് പ്ലേസ് ചെയ്യണം. പുറത്തോട്ട് വന്നിട്ട് നേരെ നോക്കി ബെഡ് ഇടണം. അപ്പോൾ അതേപോലെ ഇരിക്കും. എന്നിട്ട് എല്ലാ ഭാഗത്തും ചെയ്തേണ്ട ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ബെഡിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബെഡിന് നേരെ ഫേസ് ചെയ്ത് ഒരു ബെഡും കൂടി ഇട്ടു. അത് ഏതാണ്ട് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ മൊത്തം ബെഡ് ഇട്ടുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് കൂടി ഇങ്ങനെ ചെയ്യണം. ഇതിൻ്റെ നേരെ വന്നിട്ട് അതായിട്ട് ചേർന്നിരിക്കുന്ന പോലെ തന്നെ ഇടണം. ഇവിടെ ഇടണം. ഇവിടെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി തന്നെ 2 ബെഡ് അത് ഇവിടെ കൊണ്ടുവരിക. സെൻറ്ററിൽ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അത് പ്ലേസ് ചെയ്യാം. പുറകിൽ നിന്നും സെൻറ്ററിൽ നിന്ന് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇടണം. എന്നിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അതുപോലെ തന്നെ ചെയ്യണം. എല്ലാം വെച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്ക് 2 ബ്ലോക്ക് ഫില്ലർ ചെയ്ത് മുകളിലോട്ട് വരണം. എന്നിട്ട് ഈ ഭാഗത്ത് അങ്ങോട്ട് ഫുള്ളും ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഞാനങ്ങനെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കൊടുക്കാം. ഏതാണ്ട് വർക്കിംഗ് സ്റ്റേഷൻ വെക്കേണ്ട ഏതാണ്ട് ഈ പാറ്റേണിലാണ്. 3 ബ്ലോക്ക് അടിയിൽ നിന്ന് കളയണം, 1 ബ്ലോക്ക് മുകളിൽ നിന്ന് കളയണം. എന്നിട്ട് അതിൽ വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിൽ 5 ബ്ലോക്ക് അടിയിൽ നിന്ന് മാറ്റണം. നമുക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് ആ ബ്ലോക്കിലോട്ട് വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെട്ടിച്ച് അതിലും ഒരു വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കൊടുക്കണം. അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വർക്കിംഗ് സ്റ്റേഷൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാം. ഞാൻ നേരത്തെ തന്നെ വില്ലേജറിനെ കൊണ്ടുവച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് വില്ലേജിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്തൊരു 20 വില്ലേജ് ആക്കണം. അത് ആവണ സമയത്ത് നമുക്ക് ഇതിനെ കവർ ചെയ്ത് കില്ലിങ് ചേമ്പറും കൂടി ഉണ്ടാക്കാം ഗായ്സ്. കില്ലിങ് ചേമ്പറിൻ്റെ പരിപാടി ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി അപ്പോൾ ആദ്യം നമ്മളിവിടെ കൊണ്ടുവന്ന് 2 ചെസ്റ്റ് വെക്കണം. അതിലോട്ട് കണക്ട് ചെയ്ത് ഒരു ഹോപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലൂട്ട് വന്ന് നിൽക്കാനുള്ള ചെസ്റ്റുമായി ഹോപ്പറുമായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ ബ്ലോക്കൊക്കെ അടച്ചെടുക്കാം. ചെസ്റ്റിന് മുകളിൽ 2 സ്റ്റെയർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ചെസ്റ്റ് തുറക്കാനും പറ്റും. കൊണ്ടുവന്ന് സ്റ്റെയർ വെച്ചിട്ടുണ്ട്. സ്റ്റെയർ ഇങ്ങനെയല്ല, തിരിച്ച് വെക്കണം. ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് തിരിച്ച് വെക്കണം. കൊണ്ടുവന്ന സൈൻ ബോർഡ് എടുത്ത് ഇവിടെ ഒന്ന്, രണ്ടാമത്തെ ഇവിടെ, മൂന്നാമത്തെ അതിൻ്റെ താഴെയും കൂടി വെച്ച് കൊടുക്കണം. അത് ഒറ്റ സൈൻ ബോർഡ് രണ്ടാമത്തെ സൈൻ ബോർഡിലോട്ട് നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ലാവ നിന്നോളും. നമുക്ക് വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ ലാവയൊന്നും പോവില്ല. അപ്പം ഞാൻ ഫാം ഉണ്ടാക്കി പകുതി ആയപ്പോൾ അയങ്കോളം ഫോണായിട്ടുണ്ട്. ഞാൻ ലാവ ബക്കറ്റ് വെച്ചില്ല. ഞാൻ എനിക്കിടയ്ക്കിടയ്ക്ക് വില്ലേജിനെ കയറി ഇറങ്ങി ഫുഡ് കൊടുക്കണതിനെ കൊണ്ട് ഞാൻ ലാവ വെച്ചിട്ടില്ല. ലാവയും വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് ഈ അയങ്കോളത്തിനെ തല്ലിക്കൊന്ന് ലാവ വെക്കാം. നമ്മൾ ഫസ്റ്റത്തെ കോളത്തിന് നമ്മൾ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ലാവ കൊണ്ടുവച്ചിട്ട് ഇവിടെ വെള്ളം കൂടി വെച്ച് നിർത്താം. നമ്മുടെ ഫാം വർക്കായിട്ടുണ്ട് ഗൈസ്. ഈ മൂലക്കായിട്ട് വേണം ഗൈസ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു വശത്തോട്ട് തന്നെ പ്രഷർ വന്ന് അയങ്കോളത്തിൻ്റെ തള്ളി അവിടെ കൊണ്ടുപോയില്ല. പക്ഷേ ഇതിൽ പൂച്ചകൾ ചാവില്ല ഗൈസ്. അതാണ് ഒരു ഷോക്കായിട്ടുള്ളത്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഒരു സമയത്ത് ഒരു അയങ്കോളെ സ്പോണാവുള്ളൂ ഗൈസ്. ചില സമയത്ത് മാത്രമാണ് 2 വെച്ച് സ്പോൺ ആയിരിക്കും. ഇതേ ഗൈസ് നമുക്ക് 2 സ്പോൺ ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വേറൊരെണ്ണം കൂടി വരും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബായ്.